നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ ബാക്കിയാണ് നമ്മൾ എവിടെയും പറഞ്ഞു നിർത്തിയത്. ഇനി നിന്നെ അവിടെ കാണാൻ പാടില്ല. നമ്മൾ ലാസ്റ്റ് ഇവിടെ പറഞ്ഞു നിർത്തിയത് ഉണ്ണിയേട്ടനെ കുറിച്ചാണ്. ഉണ്ണിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിയേട്ടൻ ഒരു നല്ലൊരു ഉണ്ണിസംഖ്യയാണ്. ഉണ്ണിയേട്ടനെ കുറിച്ച് വിവരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരു കുറെ ഉണ്ട്. കാരണം സംഖ്യകൾക്ക് വേണ്ടിയിട്ട് മനസ്സിലുള്ള വർഗീയത സോഷ്യൽ മീഡിയയിൽ പച്ചക്ക് വന്ന് തുപ്പലാണ് ഉണ്ണിയേട്ടന്റെ മെയിൻ പരിപാടി. അപ്പൊ നമ്മുടെ ഉണ്ണിയേട്ടൻ ജസ്ന ജഡ്ജിയെ കുറിച്ചിട്ട് ഈ ഒരു ജസ്നയുടെ ഇഷ്യൂ വന്നതിന് ശേഷം ഒരു കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റൂല. ഉണ്ണിയേട്ടൻ ചെയ്ത ഒരു വീഡിയോ എടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാനുണ്ട്. നമ്മുടെ ജസ്ന ചേച്ചിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് വീഡിയോ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് അത് കാണാനുണ്ട്. പിന്നെ ഉണ്ണിയേട്ടൻ എനിക്ക് വളരെയധികം കഴിവുള്ള ഒരാളാണ്. കഴിവെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കഴിവാണ്. ഉണ്ണിയേട്ടൻ പല സൗണ്ടും ഉണ്ടാക്കും, പല റിയാക്ഷനും ഉണ്ടാക്കും. ഈ വീഡിയോ എന്തായാലും എന്റർടൈൻമെന്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് കാണാം. ഇതിലും വലിയ ചിരിയും ഇതിലും വലിയ കളിയും ഇതിലും വലിയ എന്താ പറയാ ഉണ്ണിസംഖ്യ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിലും വലിയ ചിരിയും ഇതിലും വലിയ കളിയും ഇതിലും വലിയ എന്താ പറയാ അല്ലെ? ലാസ്റ്റ് ഒരു സൗണ്ട് ഉണ്ടാക്കില്ലേ? നമ്മക്കൊന്നും പറ്റൂല. അത് ഉണ്ണിയേട്ടൻ തന്നെ ഉണ്ടാക്കണം. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനത്തെ സൗണ്ട് ഒന്നും ഞാൻ ഉണ്ടാക്കിയാൽ റെഡി ആവൂല. കാരണം ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ കിട്ടണമെങ്കിൽ ചാണകം വാരി തിന്നണം. ഞാനത് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. അതൊക്കെ വിട്. ഉണ്ണിയേട്ട, നിങ്ങൾ ഈ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ വീഡിയോ ജസ്ന സലീമിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ ഒരു വീഡിയോ ഉണ്ണിയേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ജസ്ന സലീമിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ജസ്ന, നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു. സംഘികൾ ജസ്ന ചേച്ചിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെയുള്ള ആർക്കാണ് അറിയാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ജസ്നാനെ സപ്പോർട്ട് ചെയ്ത് പൊക്കി കൊണ്ടുവന്നത് തന്നെ ഇവിടെയുള്ള സംഘികളായിരുന്നു. അതേ സംഘികൾ തന്നെയാണ് ഇപ്പോ ജസ്നയെ വാട്ടത്തിലിട്ട് ആക്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ, അതായത് ഈ മുസ്ലിംസിന്റെ ഇടയിൽ നിന്നിട്ട് സംഘികളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നേരെയും ഇവൻ മാറി തിരിയും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ നിന്റെ സമൂഹം വളരെയധികം വേട്ടയാടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സംഘികൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ലേ? പക്ഷേ കാര്യമില്ലാലോ. ഞങ്ങൾ സംഘികളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ച്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഇനി ആക്രമിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ സംഘികൾ ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പരിപാടി വളരെ മോശപ്പെട്ട പരിപാടിയല്ലേ? കാരണം ജസ്നേച്ചി ഒരു പെണ്ണാണ്. പെണ്ണായതുകൊണ്ട് തന്നെ മനസ്സിന് കട്ടി കൂടുതലായിട്ട് ഉണ്ടാവൂല. നിങ്ങളിങ്ങനെ വട്ടത്തിൽ നിന്ന് കൂടി ആക്രമിക്കുമ്പോൾ ജസ്നയുടെ മനോനില തെറ്റി സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പരിപാടി വളരെ മോശപ്പെട്ട പരിപാടിയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വല്ലാതെ ആക്രമിക്കുന്ന എനിക്ക് പേഴ്സണലി അറിയാവുന്ന സംഭവമാണ്. കാരണം എന്റെ കമന്റ് ബോക്സിലൊക്കെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതി വിടുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്ക് മുഴുവനും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ജസ്നയെ പോലുള്ള പാവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് കാട്ടി ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. തനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് നികത്താൻ വേണ്ടി ഞങ്ങൾ ഹൈന്ദവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. ഹൈന്ദവരല്ല, സംഘികൾ, അങ്ങനെ പറ. ഹൈന്ദവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്നയെ സപ്പോർട്ട് ചെയ്യാത്ത കുറെ ഹൈന്ദവരുണ്ട്. അവരല്ല, ഈ സംഘികളാണ് കണ്ണും പൂട്ടിയിട്ട് ജസ്നയെ സപ്പോർട്ട് ചെയ്തത്. കാരണം നിങ്ങളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും ആർക്കും. അതുകൊണ്ടാണ് നിങ്ങളെ ജസ്നെ പറ്റിച്ചത്. പക്ഷെ താങ്കൾ അതൊരു വെല്ലുവിളിയാക്കി ഏറ്റെടുത്ത് ഏറ്റവും വലിയ ഫാൾട്ട് അവിടെ പറ്റിച്ച ആ തോക്ക് സ്വാമി എന്ന് പറഞ്ഞ എണ്ണംകട്ടവനെ കൊണ്ട് വന്നില്ലേ? അതേതാടെ ഒരു പുതിയ അവതാരം, തോക്ക് സ്വാമിയോ? ഇതുവരെ കേൾക്കാത്തൊരു പേര് തോക്ക് സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടാവും. ഉടായ്പായിരിക്കും. ഈ സ്വാമികൾ എന്ന് പറയുന്നത് തന്നെ ഒരു 95% ഉടായ്പ ആയിരിക്കും. പിന്നെ തോക്ക് സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടായ്പിന്റെ ആശാനായിരിക്കും ചിലപ്പോ. അപ്പോ ഈ സംഘികൾക്ക് ജസ്ന ചേച്ചിയോട് എന്താണ് ഇത്രയും വിരോധം വരാനുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയോ? അത് നമ്മളെ ഉണ്ണിയേട്ടൻ തന്നെ പറഞ്ഞുതരും. ഉണ്ണിസംഖ്യ പറഞ്ഞാൽ അതൊരു മജായിട്ട് കിട്ടുള്ളൂ. ഈ പറയുന്ന നടയിൽ കൊണ്ടുപോയി കേക്ക് ആ ഒരു കാരണം കൊണ്ടാണ് സംഘികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുരുപൊട്ടിയത്. അവരുടെ നടയിൽ കൊണ്ടുപോയിട്ട് കേക്ക് മുറിച്ച പോലെ ജസ്ന തന്നെ ജസ്നയുടെ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേക്ക് മുറിച്ചിട്ടുണ്ട്, ആ കേക്ക് പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത്. എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ജസ്ന ഈ മുട്ട കേക്കും കൊണ്ടൊന്നും ഒരിക്കലും നടയിൽ പോയിട്ട് മുറിക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വലിയ വിവരമില്ലാത്ത ഒരാളാണ് ജസ്ന എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുരുട്ട് ബുദ്ധിയുള്ള ഒരാളാണ് ജസ്ന. ഞാൻ ജസ്ന കുരുട്ട് ബുദ്ധിക്കാരിയാണെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം? 600-700 രൂപയും മുടക്കിയിട്ട് ചിത്രം വരച്ച് അതിന് 1,75,000 ഒക്കെ മേടിക്കുന്ന ആളാണ് ജസ്ന. അപ്പോ ആ കുരുട്ട് ബുദ്ധി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ അമ്പലനടയിൽ മുട്ടക്കേക്കും കൊണ്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. ഞാൻ മാത്രമല്ല, ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾ പോലും ജസ്ന കൊണ്ടുവന്നത് മുട്ടക്കേക്കാണെന്ന് വിശ്വസിക്കൂല. ഞങ്ങൾക്കൊക്കെ ജന്മദിനമുള്ളതാണ്, ഞങ്ങൾ ഹൈന്ദവരാണ്. ഞങ്ങൾക്ക് ഈ പറയുന്ന പിറന്നാൾ ദിനത്തില് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങി വരുന്നവരാ. ഞങ്ങളാരും ഹൈന്ദവരായിട്ടുള്ള ഞങ്ങളാരും അവിടെ പോയി കേക്ക് മുറിച്ചിട്ടില്ല. ഓ അങ്ങനെ, അതുകൊണ്ടാണല്ലേ നിങ്ങൾക്ക് ഇത്രയും പൊള്ളാനുള്ള കാരണം. ജസ്ന കേക്ക് മുറിച്ച് അമ്പലനടയിൽ പോയിട്ട്, പക്ഷേ ഇവന്മാർ ഇതുവരെ അങ്ങനെ കേക്ക് മുറിക്കാനുള്ള ഒരു അവസരം ഇവന്മാർക്ക് കിട്ടിയില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ മറ്റൊരു മതത്തിലുള്ള പേരുള്ള ഒരു പെണ്ണ്, മറ്റൊരു മതക്കാരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല, ജസ്ന അമ്പലനടയിൽ പോയിട്ട് കേക്ക് മുറിച്ചതുപോലെ ഇവന്മാർക്ക് ഇതുവരെ മുറിക്കാനുള്ള അവസരം കിട്ടിയില്ല.
അത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ദേഷ്യമുണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് മാത്രമാണെന്നാണ് ഈ സംഘികളെ പോലെയുള്ള സംഘികൾ പറയുന്നത്, ഉണ്ണിയേട്ടനെ പോലെയുള്ള സംഘികൾ പറയുന്നത്. ഒരു ഷോയും കാണിച്ചില്ല. ശരിയാണ്, ഞങ്ങൾ ആ സൈഡിൽ എവിടെയെങ്കിലും 2 ഫോട്ടോ എടുക്കും. ഒരു ഷോയും കാണിച്ചില്ല, പക്ഷെ ഞങ്ങൾ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുന്നത് ഷോ അല്ല, അല്ലേ? അത്രയും കുറച്ചുകൂടി ഈ വലിയൊരു പാതകമായിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു റീൽസ് ആരെങ്കിലും എടുക്കും. അപ്പം വലിയ പാപമായിട്ട് അമ്പലനാടിൽ നിന്ന് ആരെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാർ ചെയ്ത പാപം റീൽസ് എടുക്കലായിരിക്കും എന്നാണ് സംഘേട്ട പറയുന്നത്. അല്ലാണ മുത്തേ ചിരിപ്പിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇയാള് അമ്പലനാടയിൽ നിന്ന് റീൽസ് ഷൂട്ട് ചെയ്യുന്നത് പാപമാണെന്നാണ് പറയുന്നത്. അല്ലാണ മുത്തേ ചിരി വരുന്നത്, തമാശ പറയുന്നല്ല. എത്ര റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? ഈ അമ്പലത്തിന്റെ ഒക്കെ നടുവിലൊക്കെ പോയിട്ട് റീൽസ് ഒക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? അത്രേ ഉള്ളൂ. ഞങ്ങൾ ആരും ഷോ കാണിക്കാറില്ല അവിടെ. ഈ ഷോ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അത് തെറ്റാണ്. കാരണം റീൽസ് എടുക്കുന്നത് ഷോ ആണ്, പാർട്ടി ഷോ. ഫോട്ടോ എടുക്കുന്നത് അതിലും വലിയ പാർട്ടി ഷോ ആണ്. അത്ര വലിയ തെറ്റൊന്നും എന്തായാലും അവിടെ പോയിട്ട് കേക്ക് മുറിക്കുന്നതിന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ ഈ പട്ടി ഷോക്ക് ഇതുവരെ നിന്നിട്ടില്ല അവിടെ. അല്ലടാ, ചിന്തിച്ച് നോക്ക് ഇയാളുടെയൊക്കെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പോയതെന്ന്. ഫോട്ടോ എടുക്കുന്നത് ഷോ അല്ല, പിന്നെ റീൽസ് എടുക്കുന്നത് അതും ഷോ അല്ല. പക്ഷെ ആ ഒരു അമ്പലനാടയിൽ നിന്നിട്ട് ഒരു കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അത് പട്ടിഷോ അല്ലേ? കൊള്ളാം. പക്ഷെ താൻ എന്താ ചെയ്തത്? തന്റെ വിഭാഗത്തിന്റെ ഇടയിൽ നിന്നും ഞങ്ങൾ നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്നപ്പോ, തന്റെ വിഭാഗത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടുവന്നപ്പോ എന്നാ സംഘികളല്ലേ പറഞ്ഞത്? സംഘികൾ നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നു പോലെ ജസ്നയെ സംഘികൾ രക്ഷിച്ചു കൊണ്ടുവന്നു. പക്ഷെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പൊ തറയിലിട്ട് ചവിട്ടി കുരുട്ടാണ്. അതാണ് ഇവന്മാരുടെ സ്വഭാവം. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കട്ടാ. സംരക്ഷണം ഒരുക്കി തന്നെ പട്ടിണി കൂടാതെ ഞങ്ങളെ കൃഷ്ണനെ വരച്ചതിന് ഇത് ഞങ്ങളെ കൃഷ്ണനെ വരച്ചപ്പോ ഞാൻ പറഞ്ഞത് ഞങ്ങളെ കൃഷ്ണനെ വരച്ചതിന് നടക്കുന്നില്ല. അത് അയാള് തന്നെ ഉണ്ടാക്കണം. ആഹാ, എന്തൊരു രസമാണ് ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ. ഈ ഒരു സൗണ്ടൊക്കെ ഫോണിന്റെ അലാറമായിട്ട് വെച്ചിട്ട് രാവിലെ അലാറം അടിക്കുന്ന സമയത്ത് എന്തൊരു ഉന്മേഷമായിരിക്കും അല്ലേ? ഇതുപോലത്തെ സൗണ്ടൊക്കെ വെക്കണം ഫോണിന്റെ അലാറം ആക്കിയിട്ട്. അതുകൂടെ ബാക്കി പറ. രാത്രി 12 മണി കണ്ണാ 12 മണിയായി കണ്ണാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുക. ഞാൻ പറഞ്ഞില്ലടാ, ഉണ്ണിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട്. കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കഴിവാണ്. ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കും, പിന്നെ ഭയങ്കരമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ തന്നെ ആക്ടിങ് ചെയ്യും. ഇയാളെ കുറിച്ച് ഒന്നും പറയാനില്ല. നല്ല കഴിവുള്ള ഒരു സംഗീത തന്നെയാണ്. ഈ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. കാരണം നിങ്ങളുടെ അഭിനയം എന്ന് വെച്ചാൽ അമ്മാതിരി അഭിനയമാണ്. അത് നമുക്ക് പറ്റൂലടേ, അയാൾ തന്നെ ആക്കണം അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ആൾ തന്നെയാണ് ഇയാള്. പല റിയാക്ഷൻ ഉണ്ടാക്കും. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് നമ്മള് ഒരു വൈക്കാവും. അതുകൊണ്ട് പറയാണ്, എന്തായാലും ഞങ്ങൾക്ക് ബാക്കിയാക്കാം. കൂടെ കുറെ ഉണ്ടായിരുന്നല്ലോ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് ബ്ലഡി ഫൂൾസ്. ജസ്നയുടെ കൂടെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ അവർ ബ്ലഡി ഫുൾ ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പൊ സംഘികൾക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ജസ്നയുടെ കച്ചവടം ചെലവാവൂല എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. ഇതിലും വലിയ ചിരിയും ഇതിലും വലിയ കളിയും ഇതിലും വലിയ എന്താ പറയാ, ഇയാളുടെ സംസാരം കേൾക്കുമ്പോ തലവേദന എടുക്കുന്നേ അല്ലേ? ഫസ്റ്റ് ഒക്കെ കേൾക്കുമ്പോ നല്ലൊരു രസമായിരുന്നു ഈ സൗണ്ട്. വീണ്ടും കേൾക്കുമ്പോ താലന്റെ ഉള്ളിൽ നിന്ന് എന്തോ കുത്തി പറിക്കുന്നു. ഇപ്പൊ ഉണ്ണിയേട്ടാ അടുത്ത വീഡിയോ ചെയ്യുമ്പോ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താ അവസാനമായിട്ട് പറയാനുള്ളത്? ഇനി ഓ, ഉണ്ണിയേട്ടൻ ഒരു 8 മിനിറ്റുള്ള വീഡിയോ ചെയ്ത് സന്തോഷത്തോടെ അവസാനിപ്പിച്ച് നമ്മളും വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. കേരളീയ പൊതുസമൂഹത്തിൽ ഒരു കൃഷ്ണഭക്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉഡായിപ്പ് സ്ത്രീ. ഓക്കെ, അടുത്ത വീഡിയോയിലുള്ള ആളാണ് ഈ സംഘിനി. അടുത്ത വീഡിയോ ഈ സംഘിനിയെ കുറിച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് അടിക്കുക, എല്ലാ തേങ്ങയും ചെയ്ത് വെച്ചേക്ക് ഇപ്പൊ തന്നെ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. 2 ആളും കൂടി ഉണ്ട് ബാക്കി. ഒന്ന് ഈ പെണ്ണുങ്ങളും ഒന്ന് നമ്മുടെ രസിതച്ചും. ബൈ.